ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. കൊമേഴ്സ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ്, അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ് ആണ്. പിന്നെ അതുകൂടാതെ പ്രൈം കോസ്റ്റ്, വേഴ്സ്റ്റ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്? നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡീൽസ് വിത്ത് കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് കോസ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്നത് പ്രധാനമായും 3 ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് 3 എലിമെൻറ്റ്സ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പോൾ ഈ 3 എലിമെൻറ്റ്സും എന്താകാം? ഒന്നുകിൽ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകാം. ഫസ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ്. അപ്പോൾ മെറ്റീരിയലിനെ വീണ്ടും എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതേപോലെ ലേബർ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. അതർ എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി ചേർന്നതാണ് എന്ത് പറയുന്നത്? ഓവർഹെഡ്സ്. അപ്പോൾ ഓവർഹെഡ്സ് എന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ ഓവർഹെഡ്സിനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഓർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്: മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ്. മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ലേബർ ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. അതർ എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി ചേർന്നാണ് എന്ത്? ഓവർഹെഡ്സ്. അപ്പോൾ ഓവർഹെഡ്സിനെ ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, സെല്ലിംഗ് ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്, ഇങ്ങനെ വീണ്ടും 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ബേസിൽ, അതായത് ടോട്ടൽ കോസ്റ്റിനെ മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ കോസ്റ്റിനെ പ്രൈം കോസ്റ്റ്, വേഴ്സ്റ്റ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നിങ്ങനെ 4ആയി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് ചേർന്നതാണ് പ്രൈം കോസ്റ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം: ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിൻ്റെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ്. നെക്സ്റ്റ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. അപ്പം വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് എന്നത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്സ് ഓർ വർക്ക്സ് ഓവർഹെഡ് ചേർന്നതാണ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ഓർ ഫാക്ടറി എക്സ്പെൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടറി എക്സ്പെൻസിൽ വരുന്നത്? ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ബിൽഡിംഗ് ഇൻഷുറൻസ്, ഫാക്ടറി എക്യുപ്മെൻറ്റ്സ് ഡിപ്രീസിയേഷൻ, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് സാലറി. അതായത് ഫാക്ടറിയിൽ വെച്ച് നടക്കുന്നത്, ഫാക്ടറി എന്നുള്ള ഹെഡിൽ വരുന്നത് അതെന്താണ്? ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഈ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. നെക്സ്റ്റ് തേർഡ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. അപ്പം വർക്ക്സ് കോസ്റ്റ് എന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ചേർന്നതാണ് പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്സ് ചേർന്നതാണ് വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ വരുന്നത് സാലറീസ് ആൻഡ് വേജസ്, ഓഡിറ്റ് ഫീസ്, ഓഫീസ് റെൻറ്റ്, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, അതുപോലെ പോസ്റ്റേജ്, സ്റ്റേഷനറി, ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസ്, ഡയറക്ടേഴ്സ് ഫീസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ്. അപ്പം വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് സെയിൽസ്.
അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഇപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്നത് സെയിൽസ്മാൻസ് സാലറി, സെയിൽസ്മാൻസ് കമ്മീഷൻ, കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസാണ് എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ എക്സ്പെൻസ്, അതാണ് ടോട്ടൽ കോസ്റ്റ്. പിന്നെ സെയിൽസ് എന്നത് അത് വിൽക്കുന്ന പൈസ. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസ് ഡിവൈഡഡ് ഇൻ ടു ടു, ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. The materials which can be conveniently identified with the cost unit are called direct materials. For example, timber used in furniture making, അതേപോലെ ക്ലോത്ത് യൂസ്ഡ് ഇൻ ഡ്രസ് മേക്കിംഗ് എക്സെട്ര. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കോസ്റ്റ് യൂണിറ്റ്, എന്നതാണ് ഇന്ന സ്ഥലത്താണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ പറ്റുന്നതാണ് ഏത്? ഡയറക്റ്റ് മെറ്റീരിയൽസ്. ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ കോസ്റ്റ് യൂണിറ്റ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഒരു എക്സാമ്പിൾ എന്താണ്? ടിമ്പർ യൂസ്ഡ് ഇൻ ഫർണിച്ചർ മേക്കിംഗ്, നമ്മൾ ഫർണിച്ചർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടിമ്പർ. അതേപോലെ ക്ലോത്ത് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഡ്രസ്സ്, ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. Direct labor cost consists of wages paid to workers directly engaged in the production process. These wages can be conveniently identified with a particular product or process. For example, wages paid to a carpenter making furniture. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡയറക്റ്റ് ജോലി ചെയ്യുന്ന, അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൊഴിലാളികൾ, അവരാണെന്ത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഒരു എക്സാമ്പിൾ എന്താ പറയുന്നത്? വേജസ് പെയ്ഡ് ടു എ കാർപ്പൻറ്റർ മേക്കിംഗ് ഫർണിച്ചർ, ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരു കാർപ്പൻറ്റർ. അപ്പോൾ അയാളുടെ വർക്ക് എന്താണ്? ഡയറക്റ്റ് ലേബറാണ്. അയാൾ എന്താണ്? ഡയറക്റ്റ് ലേബർക്കാണ് അയാൾക്ക് കൊടുക്കുന്നത് എക്സ്പെൻസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ. ലേബർ ഹൂസ് വേജസ് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ടു ഓർ absorbed by the cost center or cost unit is known as indirect labor. For example, wages of general supervisors or security staff, അതുപോലെ സ്റ്റോർ കീപ്പർ. അതായത് ഒരു സെക്യൂരിറ്റി സ്റ്റാഫിന് കൊടുക്കുന്ന വേജസ്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ വെച്ച് ഒന്നിലധികം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി, അപ്പോൾ ആ സെക്യൂരിറ്റി കൊടുക്കുന്ന വേജസ് ഇന്ന പ്രൊഡക്ഷന് വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ വരുന്നതാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ആൻഡ് നെക്സ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഓൾ എക്സ്പെൻസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, എക്സൈസ് ഡ്യൂട്ടി, റോയൽറ്റി, ഹയർ ചാർജസ് ഓർ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് എക്സെട്ര. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റോ ഡയറക്റ്റ് ലേബർ കോസ്റ്റോ അല്ലാത്തതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. പക്ഷെ അതെന്താണ്? വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇന്ന പ്രൊഡക്ഷന് വേണ്ടിയാണ് നമുക്ക് എന്താ പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ എന്താണ്? റോയൽറ്റി, അതേപോലെ എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ റോയൽറ്റി എന്താണ്? ലാൻഡ് ലോഡിന് കൊടുക്കുന്നതാണ് റോയൽറ്റി. അപ്പോൾ അത് ഇന്ന പ്രോഡക്റ്റിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതെന്തല്ല? ഡയറക്റ്റ് മെറ്റീരിയൽസ് അല്ല, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് വൺ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. Indirect expenses are expenses which cannot be allocated but which can be apportioned to or absorbed by cost center or cost unit. For example, rent, insurance, lighting, welfare expense, depreciation, repairs, etc. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് but which can be apportioned or absorbed by cost center or cost unit. അതായത് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് അപ്പോർഷൻഡ് എന്ന് പറയുന്നത്, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഇന്നതിനാണ് എന്നുള്ളത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? റെൻറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, വെൽഫെയർ എക്സ്പെൻസ് എക്സെട്ര. അപ്പോൾ ഇതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. നെക്സ്റ്റ് ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇത് ചേർന്നതാണ് ഓവർ ഹെഡ്സ്. ഓക്കെ, താങ്ക്സ്.